കഴിഞ്ഞ ദിവസം നമ്മൾ തുടങ്ങിയ ചാപ്റ്റർ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി 5ാമത്തെ ക്ലാസ്സാണെന്ന്. കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ 10th പഠിച്ച കാര്യങ്ങളെല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. മാത്രമല്ല ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബേസിക്കാണ്. ഈ ചാപ്റ്റർ അറിയാതെ മുന്നോട്ട് പോയാൽ കെമിസ്ട്രി വളരെ പരിതാപകരമായിരിക്കും. അതാദ്യം മനസ്സിലാക്കണം എല്ലാവരും. കാരണം അതിന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് ബേസിക് കൺസെപ്റ്റ്സ് ആണ്. അതായത് ഇതിനകത്തുള്ള കാര്യങ്ങളാണ് മിക്കവാറും കെമിസ്ട്രിയിൽ അവിടെ ഇവിടെ എല്ലാം തൂങ്ങിപ്പിടിച്ച് കിടക്കുന്നത്. അപ്പോൾ ഇതിനെ നിങ്ങൾ തഴഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കെമിസ്ട്രി നിങ്ങൾ കാണാതെ പഠിച്ചാലേ പറ്റുകയുള്ളൂ. കാരണം കറക്റ്റ് എൻ്റെ കൺസെപ്റ്റ് കിട്ടത്തില്ല ഓരോ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോഴും. അപ്പോൾ ആദ്യം ഇതിങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനെ കൊണ്ടുവന്നിട്ട് ഞാൻ ഒരു 4 ലാസ് നിങ്ങളുടെ മുന്നിൽ വെച്ചു. ലാ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്നും, ലാ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്നും, ലാ ഓഫ് മൾട്ടി പ്രൊപ്പോർഷൻ എന്നും, ഗേ-ലുസാക്സ് ലാ ഓഫ് ഗേഷ്യസ് സോളിയസ് എന്നും പറഞ്ഞില്ലേ? അത്രയും പറഞ്ഞു. പിന്നീട് അടുത്ത ദിവസം പറഞ്ഞു പിന്നെ അതിന് കൂടെ അവഗാഡ്രോ ലായും കൂടെ പറഞ്ഞാണ് അവിടെ നിർത്തിയത്. 2ാമത്തെ ദിവസം എനിക്ക് തോന്നുന്നു 2ാമത്തെ ദിവസം തുടങ്ങിയത് ഏതാ ഓർക്കുന്നില്ലല്ലോ ഏതൊക്കെയാണ്. ഇപ്പം 2ാമത്തെ ദിവസം അടുത്തത് നമ്മൾ കോൺസെൻട്രേഷൻ പാർട്ടിലേക്കാണ് പോയത്. അങ്ങനെയാണല്ലോ, നീ നോക്കണോ? അത് ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനാണ് ആദ്യം നമ്മളെടുത്തത്. കോമ്പിനേഷൻ എന്താ നോക്കിയാൽ കൊള്ളായിരുന്നു. ഏതാ പാർട്ടാണ്? ഏതാ? അതാ ശരി. എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല. 3ാമത് പറയൂ, നിങ്ങൾ തന്നെ പറയൂ. 3ാമത്തെ ദിവസം എടുത്തത്. ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ പ്രോബ്ലം ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ ഇതേ പ്രോബ്ലം അവിടെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നു. 3ാമത് മോൾ കൺസെപ്റ്റ്. വെരി ഗുഡ്. മോൾ കൺസെപ്റ്റാണ് 3ാമത് എടുത്തത്. മോൾ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ് മോൾ കൺസെപ്റ്റ്. മോൾ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ മോൾ കൺസെപ്റ്റ് ഇല്ലാതെ കെമിസ്ട്രിയുടെ പല ഭാഗങ്ങളും തൊടാൻ ഒക്കൂല. അതാണ് മോൾ കൺസെപ്റ്റിൻ്റെ പ്രത്യേകത. 4ാമത്തെ ദിവസം എടുത്തത് ഇതാണോ? ടൈപ്സ് ഓഫ് സബ്സ്റ്റൻസ് ആണോ എടുത്തത്? മാറ്ററാണോ എടുത്തത്? പറയൂ, നിങ്ങൾ തന്നെ പറയൂ. പ്രോബ്ലം ചെയ്താണല്ലേ? ഏതാണ്? പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. പെർസെൻറ്റേജ്. ഇപ്പോൾ പെർസെൻറ്റേജ് മാസും മൊളാരിറ്റി ഒക്കെയാണ്. മൊളാരിറ്റി പെർസെൻറ്റേജ് ഒന്നുകൂടി പറയുമോ? ഇതാണ് പെർസെൻറ്റേജ് ബൈ മാസ് ആണ്. പെർസെൻറ്റേജ് ബൈ മാസ് അല്ലേ? ബൈ മാസ്. പെർസെൻറ്റേജ് ബൈ മാസ് കണ്ടുപിടിക്കാൻ ഫോർമുല ഉപയോഗിക്കുന്ന വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ബൈ വെയിറ്റ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁻⁴ അല്ലെങ്കിൽ 10⁻100. പെർസെൻറ്റേജ് ഓഫ് 100. വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ബൈ വെയിറ്റ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഇതാണ് പെർസെൻറ്റേജ് മാസ് വെച്ച് ചെയ്തത്. ഒരു കൊച്ചു പ്രോബ്ലം എഴുതിക്കേ, അപ്പോൾ ക്ലിയർ ആവും. എഴുതിക്കേ. ഒരു കൊച്ചു പ്രോബ്ലം എഴുതുമ്പോൾ ആ പെർസെൻറ്റേജ് മാസ് ഇപ്പം ക്ലിയർ ആവും. അപ്പോൾ ഈ 3 ഡൗട്ടൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല, ഓക്കെ. പെർസെൻറ്റേജ് ബൈ മാസ് വെയിറ്റ് ഓഫ് സൊല്യൂട്ട് വെയിറ്റ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 എഴുതിക്കേ. 0.3 gram
0.3 gram NaOH, sodium hydroxide, NaOH, 0.3 gram NaOH dissolved in 20 gram solution. 20 gram solution. 20 gram solution. What is the percentage by mass? What is the percentage by mass? നമുക്ക് ചെയ്യാം. ഇതാണ് സൊല്യൂട്ട്. 0.3 gram ആണ് സൊല്യൂട്ട്. അപ്പോൾ സൊല്യൂട്ടിന് സ്ഥാനത്ത് 0.3 എന്ന് എഴുതാം. ബൈ സൊല്യൂഷൻ്റെ വെയിറ്റ് 20 × 100 ആണ്. 20, 5, 100, 13, 15, 1.5%. 1.5%. ശരിയാണോ? 20, 5, 100, 1.5% ആണ് ഇതിൻ്റെ മാസ് പെർസെൻ്റ് എന്ന് പറയുന്നത്. 20 ഗ്രാം സൊല്യൂഷനകത്ത് 0.3 ഗ്രാമേ ഉള്ളൂ. അത് ഇൻറ്റു 100, ദാറ്റ് ഈസ് 1.5%. ഇതാണ് പെർസെൻറ്റേജ് ബൈ മാസ്. പിന്നീട് അതിനകത്ത് മൊളാരിറ്റി പറഞ്ഞെന്ന് തോന്നുന്നു. മൊളാരിറ്റി അല്ലേ? മൊളാരിറ്റിയുടെ ബേസ് ചെയ്തൊരു പ്രോബ്ലം ചെയ്യാം. മൊളാരിറ്റി ഇക്വേഷൻ എന്താണ്? മൊളാരിറ്റി ഇക്വേഷൻ ഇതാണ്. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു N/V × 1000. ഇതാണ് മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു N/V × 1000. നോക്കാം. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്. എന്താണ് ഈ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 liter സൊല്യൂഷൻ. പലർക്കും അറിയാം, പലരും പറയുന്നുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 liter സൊല്യൂഷൻ. ഒരു കൊച്ചു പ്രോബ്ലം എഴുതിക്കേ. ഇപ്പോൾ ക്ലിയർ ആക്കി തരാം. ഒരു കൊച്ചു പ്രോബ്ലം എഴുതിക്കേ. നോക്കാം. എഴുതിക്കേ. ക്വസ്റ്റ്യൻ ഇതാണ്. 4.6 gram KOH 4.6 gram KOH dissolved in അല്ലെങ്കിൽ present in 250 ml solution. 250 ml solution. KOH present in 250 ml solution. Find its molarity. ഇതിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത കൊല്ലം നിങ്ങൾ ഭയങ്കരമായിട്ട് പഠിക്കും. പക്ഷേ ഇത് ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്ത കൊല്ലം വെറുതെ ഇരിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ടൊന്ന് മനസ്സിലാക്കുക. N/V × 1000. 4.6 gram KOH present in 250 ml solution. 250 ml solution. തട്ടിയെടുത്ത് വീണേ. 250 ml solution. അപ്പോൾ നമുക്ക് ആദ്യം ഫോർമുല എഴുതേ. നിങ്ങൾ തന്നെ എഴുതിക്കൂ. മൊളാരിറ്റി ഈസ് ഈക്വൽ N/V × 1000. തന്നിരിക്കുന്നതെല്ലാം എഴുതേ. 1000 ആരെടുത്തും പോണോ? വേണ്ട. വോളിയത്തിന് 250 ml 250 ml കിടപ്പുണ്ട്. അതിനും ആരെടുത്തും പോകണ്ട. ഇനി N മാത്രം കണ്ടുപിടിച്ചാൽ മതി. N കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു തന്നു. മാസാണ്. അപ്പോൾ ഓർമ്മയുണ്ടോ? മാസ് ബൈ മോളാർ മാസ്. മറന്നുപോയി. നമ്മൾ ആദ്യമാണ് ഇതിനകത്ത് മോൾ കൺസെപ്റ്റ് പഠിച്ചതാണ്. മാസ് ബൈ മോളാർ മാസ്. ദാറ്റ്സ് ഈക്വൽ ടു മാസ് എത്രയുണ്ട്? 4.6 ബൈ മോളാർ മാസ് കണ്ടുപിടിക്കാം. KOH പൊട്ടാസ്യം 39. അറ്റോമിക് മാസ് 39 ആണ് പൊട്ടാസ്യം. ഓക്സിജൻ 16 ആണ്. ഹൈഡ്രജൻ 1 ആണ്. കൂട്ടിക്ക് 9, 6, 15, 16, 3, 4, 1, 5, 56. ഒരു കാര്യം ചെയ്യും. ഇതങ്ങ് 4.6 എന്നുള്ളത് 5.6 ആയിരിക്കും. നമ്മുടെ കാൽക്കുലേഷൻ എളുപ്പം ഉണ്ടാവും. ഇതൊരു ചെയ്യാം. കാൽക്കുലേഷൻ എളുപ്പം ഉണ്ടാവും. 5.6 ചെയ്ത് 56 ആണോ? ദാറ്റ്സ് ഈക്വൽ ടു വാട്ട്? 0.1 നോർമൽ. പറഞ്ഞല്ലോ പെർസെൻറ്റേജ് മാസ് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു പെർസെൻറ്റേജ് മാസ് എടുക്കാം. പെർസെൻറ്റേജ് മാസ്, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ. ഇത് ഒന്ന് നമുക്ക് മനസ്സിലാക്കണം. ഈ 4 എണ്ണമാണ് ആ 4ാമത്തെ ഇതിൽ വരുന്നത്. പെർസെൻറ്റേജ് മാസ് മാത്രമേ പറഞ്ഞോളൂ. ആ 4ാമത്തെ പോയിന്റിൽ നോക്കാം എന്തായാലും. അപ്പോൾ വാട്ട് ഈസ് ഇൻ മൊളാരിറ്റി? Molarity may be defined as, definition ഓർക്കണം, number of moles of solute
present in 1 liter solution. Number of moles of solute present in 1 liter solution. അതാണ് വാട്ട് ഈസ് കാൾഡ് വാട്ട് മൊളാരിറ്റി. എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. അതിന് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നോക്കി, N/V നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് 1 ലിറ്റർ വോളിയം N/V × 1000. ഈ ഫോമിൽ ഉപയോഗിച്ചാൽ മതി. അടുത്ത കൊല്ലം ഇതേപോലെ തന്നെ ചെയ്യും. ഇത് ഒരു പുള്ളി വ്യത്യാസമല്ലാതെ സൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുണ്ട്, അതിനകത്ത് കറക്റ്റായിട്ട് ചെയ്യുന്നത് N/V × 1000 ആണല്ലോ. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. ഇനി നമുക്ക് ഒരു കൊച്ചു പ്രോബ്ലം ഞാൻ തന്നല്ലോ. 5.6 gram KOH പ്രസൻറ്റ് ഇൻ 250 ml സൊല്യൂഷൻ. എഴുതിയല്ലോ? എഴുതി. ഇനി ആ ഫോമുല ആദ്യം എഴുതിക്കുക. മൊളാരിറ്റി എഴുതിക്കാനുള്ള ഫൈൻഡ് ദ മൊളാരിറ്റി ഫോമുല എഴുതിക്കുക. മൊളാരിറ്റിയുടെ ഫോമുല N/V × 1000. ഇതിനകത്ത് അന്നിരിക്കുന്ന വാല്യൂ എല്ലാം എഴുതിക്കുക. വോളിയം ഉണ്ടല്ലോ 250, 1000 അറിയാമല്ലോ 1000. N കണ്ടുപിടിക്കണം. N = വാട്ട്? മാസ് ബൈ മോളാർ മാസ്. മാസ് 5.6 തന്നിട്ടുണ്ട്. മോളാർ മാസ് നമ്മൾ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ 0.1 ഉണ്ട്. ആ 0.1 എടുത്ത് വിടണം. ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ കട്ട് ചെയ്യുമ്പോൾ 4 വരത്തില്ലേ? 4 × 0.1 എത്ര? 0.4 മോളാർ അല്ലെങ്കിൽ M. ഇത്ര എഴുതിയാൽ മതി. ആൻസറായി. ഇതുപോലെ തന്നെ എടുത്തോളം ചെയ്യണം. ഇതുപോലെ തന്നെ. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. അതൊന്നുകൂടെ വേണോ? ഒന്നുകൂടെ. ഇനി ബോർഡ് കാണാൻ ഇത് കാണാൻ എനിക്ക്. യെസ്. അപ്പം ഇത് ഓക്കെ. ഇനി വേറെണ്ണം തരട്ടെ? ഒരെണ്ണം നല്ലൊരു എഴുതിയല്ലോ. എഴുതി. തർക്കമല്ലല്ലോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിബഡി? ഒന്നുകൂടി പറയണം. മൊളാരിറ്റിയുടെ ഫോമുല പറ. N/V × 1000. ഇനി ക്വസ്റ്റിനകത്ത് നോക്കി. ഒന്നുകൂടെ പറയുകയാണ്. ക്വസ്റ്റിനകത്ത് നോക്ക്. വോളിയം എത്ര എന്ന് പറ. നിങ്ങൾ തന്നെ പറ. വോളിയത്തിന് പകരം എത്ര എണ്ണം? 250 കേട്ടോ. 1000 കുഴപ്പമില്ലല്ലോ. 1000 കുഴപ്പമില്ല. അതിനും കുഴപ്പമില്ല. ഇനി നമ്പർ ഓഫ് മോൾസ് N കണ്ടുപിടിക്കുന്നത് മാസ് ബൈ മോളാർ മാസ് അല്ലേ? നമ്മൾ ഈ പോയിന്റ് പഠിച്ചതാണ്. മാസ് ബൈ മോളാർ മാസ്. മാസ് തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 5.6 മോളാർ മാസ് കണ്ടുപിടിച്ചു. കണ്ടോ? 0.1 വന്നില്ലേ? ഈ വാല്യൂ എടുത്ത് ഈ N പറയും 0.1 കിട്ടും. നീ കട്ട് ചെയ്തേ. നീ കാൽക്കുലേഷനേ ഉള്ളൂ. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 4 വരത്തില്ലേ? 4 × 0.1 എത്ര വരും? 0.4. അത്രയും മോളാർ. എനി ഡൗട്ട്? നാദിയേക്ക് ഇനിയും പറയണോ? ക്ലിയർ ആയോ? മുഹമ്മദ് അനസ് എന്നോട് പറയണോ? മതിയോ? ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ. ക്ലിയറായി. അപ്പോൾ ഒരെണ്ണം എഴുതാമോ? ഞാൻ ഒരെണ്ണം പറഞ്ഞുതരാം. നിങ്ങൾ തന്നെ എഴുതിക്ക്. നിങ്ങൾ തന്നെ എഴുതിക്ക്. യെസ്, റൈറ്റ് ഡൗൺ. .9 gram sulfuric acid H2SO4 sulfuric acid present in 200 ml solution. 200 ml solution. Find its molarity. ശരി, ആദ്യ ഫോമുല എഴുതിക്ക്. പെട്ടെന്ന് ആൻസർ കിട്ടും. ഫോമുല അങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി. N/V × 1000 തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം എഴുതിക്ക്. വോളിയത്തിന് പോലെ എത്ര ഇട്ടു അനസ്? എത്ര ഇട്ടു? 200 ഇട്ടു. 1000 അവിടെ കിടക്കട്ടല്ലേ? അവിടെ തന്നെ കിടന്നോട്ട്. ഇനി നമ്പർ ഓഫ് മോൾസിന് വിളിക്കാം. മാസം എത്ര തന്നേക്കുന്നത്? 4.9. പിന്നെ സൾഫ്യൂരിക് ആസിഡ് മോളാർ മാസിന് വിളിക്കാം. സൾഫ്യൂരിക് ആസിഡ്
ഒരു ഹൈഡ്രജൻ 1, 2 ഹൈഡ്രജന് 2. സൾഫർ 32 ആണ്. സൾഫർ 32 ആണ് അറ്റോമിക് മാസ്. ഓക്സിജന് ഡബിളാണ് സൾഫറിന് 32. ഒരു ഓക്സിജൻ 16. ഇപ്പം 4 ഓക്സിജനോ 64. 16 4 64. കൂട്ടയ്ക്ക് 4 2 6, 6 2 8, 8 ആണല്ലോ. 6 3 9, 98 ആണ്. 98 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഏകദേശം എത്ര വരും? 1/20 വരത്തില്ലേ? 1/20 വരത്തില്ലേ? കറക്റ്റാണോ നോക്കി? 1/20. ഇവിടെ വരുമ്പം കട്ട് ചെയ്യുമ്പം 2 എന്ന് എഴുതാം, ഒരു 0 എഴുതി 20. 1/20. 1/20 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1/20 0.0005. 0.05 എന്ന് വരും. വേണ്ട, നമ്പർ ഓഫ് മോൾസ്. ഇത്രയേ ഉള്ളൂ ജോലി. ഇതിനെ കട്ട് ചെയ്ത് 5 വരത്തില്ലേ? 5 25. അപ്പോൾ 25 എഴുതി കഴിഞ്ഞാൽ 5 25 0.25 മോളാർ. ഇതുപോലെ ഏത് പ്രോബ്ലം വേണമെങ്കിൽ ചെയ്യാം. ഡോണ്ട് വറി അബൌട്ട് ദിസ്. ഓൺലി റിമെമ്പർ ദാറ്റ് ദിസ് ഫോർമുല N/V × 1000. അത് മാത്രം ഓർത്താൽ മതി. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. നോ ഡൗട്ട്. പിന്നെ അതെല്ലാം പറയാം, മോൾ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ചെയ്യാനൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മൊളാരിറ്റിയായി N/V × 1000. ഇനി വീട്ടിൽ ചെന്ന് പ്രോബ്ലമൊക്കെ ചെയ്ത് നോക്കണം. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ മൊളാലിറ്റി എടുക്കാം. ലിറ്റിൽ അടുത്ത മൊളാലിറ്റിയാണ്. മൊളാലിറ്റി, ഇത് മൊളാരിറ്റി. ഇനി മൊളാലിറ്റി, ഇത് ക്യാപിറ്റൽ എം ആണ്, വല്യമ്മ. മറ്റേ ഇനി അടുത്തത് ചെറിയമ്മ, ലിറ്റിൽ. ലിറ്റിലാണ് മൊളാലിറ്റി. മറ്റേ ആറായിരുന്നു ലിറ്റിൽ. ഇത് മൊളാരിറ്റിയിൽ രാജേന്ദ്രൻ്റെ 6, മൊളാലിറ്റിയിൽ ലീലയുടെ എല്ല് ആണ്ടോ, ആ എല്ല് ആണ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഇവിടെ വോളിയത്തിന് പകരം വെയിറ്റ് ഓഫ് സോൾവൻ്റ് ആണ് എടുക്കേണ്ടത്. അത്രേ ഒരു വ്യത്യാസമേ ഉള്ളൂ. തീർന്നു, സംഭവം തീർന്നു. N/W × 1000 ആണ്. ഒന്ന് പറയാം, മൊളാലിറ്റിക്ക് ഡെഫിനേഷൻ കൊടുക്കാം. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 kilogram solvent. സൊല്യൂഷൻ അല്ല, റിമെമ്പർ ദാറ്റ്, സോൾവെൻറ്റ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 kilogram, അതായത് 1000 gram സോൾവെൻറ്റ്. സോൾവെൻറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രമേ എടുക്കാവൂ. സോൾവെൻറ്റ് മാത്രം. മറ്റേ സൊല്യൂഷനായിരുന്നു, വോളിയം സൊല്യൂഷനാണ്. അപ്പോൾ വാട്ട് ഈസ് ഇൻ മൊളാലിറ്റി? മൊളാലിറ്റി മേ ബി ഡിഫൈൻഡ് ആസ് number of moles of solute present in 1 kilogram solvent. തിരിഞ്ഞു പോരുത്. സോൾവെൻറ്റ്, മറ്റേത് സൊല്യൂഷനാണ്, ഇത് സോൾവെൻറ്റ്. N/W × 1000. ഇനി പ്രോബ്ലം ചെയ്താൽ മതി. ഒരു പ്രോബ്ലം എഴുതിക്കേ, നേരത്തെ ചെയ്തതുപോലുള്ള പ്രോബ്ലം തന്നെ. 0.4 gram എഴുതിക്കേ. 0.4 gram NaOH present in 200 gram water. 200 gram water. Present in 200 gram water. 0.4 gram sodium hydroxide present 200 gram water. Find its molality. Find its molality. മൊളാലിറ്റി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഫോമുല ആദ്യം എഴുതിക്കേ, മൊളാലിറ്റിയുടെ ഫോമുല N/W × 1000. ഇനി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ്. ഡബ്ല്യൂവിന് വരത്തിലുണ്ട് വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് ആണോ? സോൾവെൻ്റ് ആണ്, വെയിറ്റ് ഓഫ് വാട്ടർ ആണ്. വാട്ടറാണ്, സൊല്യൂഷനല്ല പറഞ്ഞ്. 200 എന്ന് എഴുതാം. എഴുതിക്കൂടെയോ? എഴുതാം. ഇൻറ്റു വാട്ട് 1000 എന്ന് എഴുതാം. റെഡിയായോ? ക്ലിയർ ആയില്ലെങ്കിൽ പറയണം. ക്ലിയർ ആയി. ഇനി N കണ്ടുപിടിക്കാം. N = മാസ് ബൈ മോളാർ മാസ്. മാസ് അതിൻ്റെ 0.4 ബൈ മോളാർ മാസ് എടുക്കേ. NaOH എടുക്കേ. സോഡിയം 23 ആണ്. സോഡിയം എത്ര? 23. ഓക്സിജൻ 16 ആണ്. ഓക്സിജൻ 16. ഹൈഡ്രജൻ 1 ആണ്. കൂട്ടെ 6 × 10 2 × 4 40 ആണോ? 0.4/40 ഡിവൈഡ് ചെയ്ത് അപ്പോൾ എത്ര വരും? 1/100 വരുമോ? കട്ട് ചെയ്ത് വരുമ്പോൾ 1/100 അല്ലേ? 1/100 എന്ന് പറഞ്ഞാൽ 0.01 വരത്തില്ലേ? 0.01. ശരിയാണോ നോക്കി? ശരിയാണോ?
ആണ്, ശരിയായി ശരിയായി. അപ്പോൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് രസമായിട്ട് നോക്കി. ആ വാല്യാണ് അവിടെ ചെയിൻ കണ്ടുപിടിക്കുന്ന അവിടെ നിങ്ങൾ ചെയ്തിട്ടേക്കണം. ഇങ്ങനെ നോക്കുന്ന സാറിനെ കണ്ടുപിടിക്കണം നിങ്ങൾ ചെയ്ത് ശരിയാണോ എന്ന്. ഇതാ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 20 × 5 100 അല്ലേ. 0.05 × 5 0.05 ആൻസർ. അത്രയും മൊളാല് ചെറിയ മോദി മൊളാല്, അതാ മൊളാലിറ്റി. ക്ലിയർ? അതൊന്നുകൂടെ ചെയ്യണോ? N/W × 1000 കാണാമല്ലോ. W എത്ര തന്നേക്കുന്നത്? വെയിറ്റ് എത്ര തന്നേക്കുന്നത്? 200 ഗ്രാം. 200 × 1000. നമ്പർ ഓഫ് മോൾസ് കണ്ടിരിക്കുന്നത് എങ്ങനെയാ? മാസ് ബൈ മോളാർ മാസ്. മാസ് എത്ര തന്നിരിക്കുന്നത്? 0.4. മോളാർ മാസ് എത്ര? 40. അപ്പോൾ എത്ര വരും? 0.01. ആ വാല്യൂടെ ഇനി മൾട്ടിപ്ലൈ ചെയ്തേ. 20 5 100 ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 0.05 മോളാൽ. ചെറിയമ്മ. മറ്റേത് വലിയമ്മയാണ്, ഇത് ചെറിയമ്മയാണ്, കൊച്ചമ്മയാണ്. അതൊന്നുകൂടെ ചെയ്യണോ? മനസ്സിലായെങ്കിൽ നമുക്കിത് വേണ്ട. അടുത്ത പോലെ നിങ്ങൾ ബോർഡ് ക്ലിയർ അല്ല എന്ന് പറയുന്നു. ഡയമെൻഷൻ ഇതാ ഒന്ന് പറഞ്ഞാൽ ഇത് നോക്കി പറഞ്ഞാൽ മതി. മൊളാലിറ്റി മേ ബി ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 കിലോഗ്രാം സോൾവെൻറ്റ് അല്ലെങ്കിൽ 1000 ഗ്രാം സോൾവെൻറ്റ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 കിലോഗ്രാം സോൾവെൻറ്റ്. Is it clear? Molality may be defined as number of moles of solute present in 1 kilogram. Number of moles of solute present in 1 kilogram solvent. 1 kilogram solvent. Clear? Right? Number of moles of solute present in 1 kilogram solvent. 4 divided by 40 അല്ല മോനെ, 0.4 divided by 40 ആണ്. 0.4 ഗ്രാം അല്ലേ? 0.4 by 40 അല്ലേ? W weight of the solvent. Weight of solvent. എന്നിട്ട് നമ്മൾ വി എഴുതിയില്ലേ വോളിയം സൊല്യൂഷൻ. ഇത് വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് ആണ്. സോൾവെൻറ്റിൻ്റെ വെയിറ്റ് ആണെന്നിരിക്കുന്നുണ്ടോ? W is weight of solvent. No doubt? ഓക്കെ, അതൊന്നുകൂടെ വേണോ? വേണ്ടായല്ലോ. അടുത്തിലേക്ക് കിടക്കട്ടോ? ക്ലിയർ? ഓക്കെ, വെരി ഗുഡ്, നോ ഡൗട്ട്. ഓക്കെ, അടുത്തത് മോൾ ഫ്രാക്ഷനാണ്. ദാറ്റ് ഈസ് കാൾഡ് മോൾ ഫ്രാക്ഷൻ. ഇതെല്ലാം അടുത്ത പോലെ ഇതുപോലെ തന്നെ പഠിക്കും. വള്ളി പുള്ളി വ്യത്യാസമില്ല, ഇതുപോലെ തന്നെ അടുത്ത കൊല്ലം പഠിക്കും, ഒരു വ്യത്യാസമില്ലാതെ. അപ്പം അതുകൊണ്ട് ക്ലിയർ ആക്കി വെക്കുക. അടുത്ത നമ്മൾ മോൾ ഫ്രാക്ഷനാണ്. മോൾ ഫ്രാക്ഷൻ, മോൾ ഫ്രാക്ഷൻ അതിന് റെപ്രസെൻ്റ് ലെറ്റർ എക്സ് എന്നാണ്. അത് സൊല്യൂഷനകത്ത് സോൾവൻറ്റും ഉണ്ട്, പിന്നെന്തുകൊണ്ട്? സൊല്യൂട്ടും ഉണ്ട്. സോൾവൻറ്റും ഉണ്ട്, സൊല്യൂട്ടും ഉണ്ട്. അപ്പം മോൾ ഫ്രാക്ഷൻ സോൾവൻറ്റും കണ്ടുപിടിക്കാം, മോൾ ഫ്രാക്ഷൻ സൊല്യൂട്ടും കണ്ടുപിടിക്കാം. പിന്നെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവൻറ്റ് അറിയാമെങ്കിൽ സൊല്യൂട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1 വരണം. അപ്പോൾ ഇത് 4 ആണെങ്കിൽ ഇത് എത്ര വരും? 6 ആയിരിക്കും. ഇത് 0.4 ആണെങ്കിൽ എത്ര വരും? 0.6 ആയിരിക്കും. എന്തായാലും ശരി, കൂട്ടുമ്പോൾ 1 വരണം. അതാണ് എൻ്റെ പ്രത്യേകത. അതാണ് ഏതെങ്കിലും ഒന്നറിഞ്ഞാൽ മറ്റേ കണ്ടുപിടിക്കാം. ഇത് നമ്പർ ഓഫ് മോൾസ് എടുക്കണം. ഇതിന് നമ്പർ ഓഫ് മോൾസ് സോൾവണ്ട് ആണ്. സോൾവണ്ട് 1 എന്ന് എടുക്കുന്നു.
ചിലപ്പോൾ സ്കൂളിൽ എന്നെ എന്നായിരിക്കും പറയുന്നത്. നോ ഡോണ്ട് വറി. സൊല്യൂട്ട് ഇട്ടു 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 സൊല്യൂട്ട് ഇട്ടു ഇട്ടു സൊല്യൂട്ട് ഇട്ടു 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 സൊല്യൂട്ട് ആണ്. സൊല്യൂട്ട് തിരിഞ്ഞു പോകത്തില്ല. സോൾവണ്ട് സൊല്യൂട്ട്, സോൾവണ്ട് ഉണ്ട്, സോൾവണ്ട് സൊല്യൂട്ട് ടു സൊല്യൂട്ട് തിരിഞ്ഞു പോകത്തില്ല. തിരിയരുത്, തിരിഞ്ഞു കഴിഞ്ഞാൽ പോയി. ഞാൻ ആദ്യം മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവൻ്റ് എഴുതാൻ പോവാം. X1 എഴുതാൻ പോവാം. മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവൻ്റ്. ദേ അതിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. N1 + N2. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് പറയാമോ? അതിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ N1/N2 ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് പൂജയെ നോക്കാം. പൂജയുടെ നമ്പർ ഓഫ് മോൾസ് 2 എന്നിരിക്കട്ടെ. പൂജയുടെ നമ്പർ ഓഫ് മോൾസ് 2. പൂജയുടെ അനിയൻ്റെ നമ്പർ ഓഫ് മോൾസ്, പൂജയുടെ അനിയൻ്റെ നമ്പർ ഓഫ് മോൾസ് 3 എന്നിരിക്കട്ടെ. രണ്ടുകൂടെ ചേരുമ്പം ഒരു കുടുംബം ഒരു സൊല്യൂഷനാവും. ഇപ്പം പൂജയുടെ നമ്പർ ഓഫ് മോൾസ് 2ഉം പൂജയുടെ അനിയൻ്റെ നമ്പർ ഓഫ് മോൾസ് 3 ആണെങ്കിൽ ഞാൻ പൂജയുടെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പോവാ. ദാ 2/5. എന്ത് രസം കണ്ടോ, കേട്ടോ. 2/5 ടോട്ടൽ എടുത്താൽ മതി. വാട്ട് ഇസ് മോൾ ഫ്രാക്ഷൻ? അനിയൻ്റെ മോൾ ഫ്രാക്ഷൻ 3/5. ആ കണ്ടോ, ഞാനോട് കൂട്ടി നോക്കി. 5/5 വരത്തില്ലേ? ദാറ്റ് ഇസ് 1 വരത്തില്ലേ? വരും. അപ്പോൾ ഇത് തന്നിട്ട് ഇത് ഇങ്ങനെ കണ്ടുപിടിക്കാനും വേണമെന്നില്ല. നേരെ 1ൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ആൻസർ കിട്ടും. രണ്ടും കൂട്ടുമ്പോൾ 1 വരണം. സച്ച് ദാറ്റ് X1 + X2 സം ഓഫ് ദി മോൾ ഫ്രാക്ഷൻ ഈക്വൽ ടു വാട്ട്? 1 വരും. ഇതാണ് മോൾ ഫ്രാക്ഷൻ. ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഇത് നോക്കി നിങ്ങൾ ഡെഫിനിഷൻ പറഞ്ഞേ. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് that component, the ratio of that component to the total number of moles of component. It is a ratio of that one component to that component to the total number of moles. That component to total number of moles. That component to total number of moles. കണ്ടോ, ഏതിൻ്റെ മോൾ ഫ്രാക്ഷൻ ആണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസിനെ ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പം അച്ഛൻ്റെ അമ്മയുടെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇപ്പം അച്ഛൻ്റെ നമ്പർ ഓഫ് മോൾസ് 5 എന്നിരിക്കട്ടെ, അമ്മയുടെ നമ്പർ ഓഫ് മോൾസ് 3 എന്നിരിക്കട്ടെ. വാട്ട് ഇസ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് അമ്മ എത്ര? 5 അല്ലേ? അച്ഛൻ്റെ മോൾ ഫ്രാക്ഷൻ നമ്പർ ഓഫ് മോൾസ് 5ഉം അമ്മയുടെ 3 ആണെങ്കിൽ 5/8 അച്ഛൻ്റെ മോൾ ഫ്രാക്ഷനെ. അമ്മയുടെ മോൾ ഫ്രാക്ഷനോ 3/8. എന്നോട് കൂട്ടി നോക്കി 1. എന്ത് രസം. നമ്മളൊന്ന് മനസ്സിരുത്തി നമ്മുടെ ജീവിതവുമായിട്ട് നമ്മുടെ സറൗണ്ടിങ്ങുമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് ഈ കെമിസ്ട്രിയിലേക്ക് ഒന്ന് വരിക. കെമിസ്ട്രി എന്ന് തന്നെ കേൾക്കുമ്പോഴേ അറിയാം, സ്ത്രീയോളം ക്ഷമിച്ചാൽ അത്രയും പരിശുദ്ധമായി നിങ്ങളുടെ മുന്നിലെത്തും, നിങ്ങളുടെ കാതുകളിലെത്തും, നിങ്ങളുടെ കൈകളിലെത്തും. ഉറപ്പാണ്, തർക്കമില്ല. രജിതയായാലും ആരായാലും ശരി, അർഫാന ആയാലും ഗോവർദ്ധന ആയാലും ആരായാലും ശരി, കിരണായാലും ഇത് തന്നെ കേസ്. അതെ, മനസ്സിലായാലും ഇത് തന്നെ കേസ്. ആര് പറഞ്ഞാലും ശരി, ആരുടെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണോ? ഇപ്പോൾ അൻസിലിൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെന്ന് വെച്ചോ. നമ്പർ ഓഫ് മോൾസ് അൻസിൽ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അൻസിലിൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണം, അവിടെ വേണം, 2 പേര് വേണം. അതാണ് X1. അപ്പോൾ മോൾ ഫ്രാക്ഷൻ മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് number of moles of solvent. It is a ratio defined as the ratio of the number of moles of that component to the total number of moles of components. Mole fraction of solute varanankil it is the ratio of the number of moles of solute to the total number of moles of solute and solvent. Class onda kana padikano. X1 is equal to N1/N1 plus N2. ഒരു കൊച്ചു ക്വസ്റ്റ്യൻ എഴുതാമോ? എഴുതിക്ക്.
A solution of ethyl alcohol contains 46% ethyl alcohol. 46% ethyl alcohol. 46% ethyl alcohol. എഴുതുന്നുണ്ടല്ലോ, എഴുതുന്നു. 46% ethyl alcohol. Find the mole fractions of ethyl alcohol and water. aqueous solution ആണ് ethyl alcohol and water. അപ്പോൾ ഇവിടെ സോൾവൻ്റ് ഏതാ? വാട്ടർ അല്ലേ? അതെന്നോണെന്നിരിക്കട്ടെ. സോൾവൻ്റ് ഏതാ? വാട്ടറാണ്. ഇവിടെ സോൾവൻ്റ് വാട്ടറും സൊല്യൂട്ട് ഏതാ? ഈതയിൽ ആൽക്കഹോൾ. അതിൻ്റെ ഫോമുല അറിയണം. C2H5OH. എല്ലാവർക്കും അറിയാം ഫോമുല, സർക്കാരിനൊക്കെ അറിയാം ഫോമുല, എല്ലാ സർക്കാരിനും അറിയാം. C2H5OH നമ്മുടെ ഏറ്റവും വലിയ വരുമാനമുള്ള സാധനമാണ്. പക്ഷേ വീട്ടിലെ വരുമാനം ചോർന്നുകൊണ്ടിരിക്കും, സർക്കാരിൻ്റെ വരുമാനം കൂടിക്കൊണ്ടിരിക്കും. അതാണിത് ഈതയിൽ ആൽക്കഹോൾ. ഈതയിൽ ആൽക്കഹോൾ നമ്മളിപ്പോൾ കയ്യിൽ സാനിറ്റൈസർ സാധനം നടക്കത്തില്ലേ, അതുവരെ അതിനകത്ത് വരെ ഈതയിൽ ആൽക്കഹോളാണ്. ഈതയിൽ ആൽക്കഹോൾ ചേർത്താൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അതുകൊണ്ട് വീട്ടിൽ ഇരിക്കാൻ ചാര എടുത്ത് കൈ കഴിയാൽ മതി, ഒരു വർഷം ഉണ്ടാകത്തില്ല. ചാര എടുത്ത് കഴിയാൽ മതി, വീട്ടിൽ ഒരു ഉപ്പ് ചാര മാച്ചുകൊണ്ട് പോവുക, എന്നിട്ട് കഴുകുക. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, കഴുകുമ്പോൾ യാതൊരു കാരണവശാലും തീപ്പെട്ടി അടുത്ത് വെച്ച് കത്തിക്കരുത്, കത്തിപ്പോവും. കാരണം ഈതയിൽ ആൽക്കഹോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ടല്ലേ ഈതയിൽ ആൽക്കഹോൾ ആഹാരം ഈ വെള്ളം അടിക്കുന്നവർക്ക്, ഈതയിൽ ആൽക്കഹോൾ കഴിക്കുന്നവർക്ക് വിസ്കി ബ്രാൻഡിയൊക്കെ കഴിക്കുന്നവർക്ക് ഈതയിൽ ആൽക്കഹോൾ കൂടുതലാണ്. അത് കഴിച്ചാൽ ഒരിക്കലും ഇൻറ്റേർണൽ ഇഞ്ചുറി ഉണ്ടാകത്തില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്ന് പറഞ്ഞ് നിങ്ങൾ കഴിക്കേണ്ട, ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല. നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാനമാണ് ഈതയിൽ ആൽക്കഹോൾ. അതുകൊണ്ട് അവർ നിർദ്ദിഷ്ടമായിട്ട് കാണേണ്ട വരട്ട് നമ്മളൊക്കെ നിൽക്കുന്നത് അതാണ്. പിന്നെ ചിലരുടെ വരുമാനം പോകും, അത് പോട്ട്, നമുക്ക് പോട്ട്, അതിൻ്റെ കാര്യമില്ല. നമുക്കറിയേണ്ട ഇത്രയേ ഉള്ളൂ. ഈതയിൽ ആൽക്കഹോൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം. സാനിറ്റൈസറൊക്കെ ചിലർ വീട്ടിൻ്റെ അടുക്കളയിൽ വെച്ചിരിക്കും, ഒരിക്കലും വെക്കരുത്. സാനിറ്റൈസർ അടുക്കളയിൽ വെക്കരുത്. ഇൻ കേസ് എന്തെങ്കിലും ഇത് തന്നാൽ മതി, കത്തിയങ്ങ് പോവും. ഓക്കെ, ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് എന്നെക്കാൾ കൂടുതൽ അറിയാം. ഓക്കെ, ശരി. സോൾവൻ്റ് ഇവിടെ വാട്ടറാണ്, സൊല്യൂട്ട് ഈതയിൽ ആൽക്കഹോളാണ്. 46% എന്ന് പറഞ്ഞ മീനിങ് എന്താ? നമ്മൾ പെർസെൻറ്റേജ് പറഞ്ഞാണ്, ഇവിടെ പെർസെൻറ്റേജ് പറഞ്ഞു. മീനിങ് എന്ന് പറഞ്ഞാൽ 46 ഗ്രാം ഈതയിൽ ആൽക്കഹോളിനകത്ത് ബാക്കി 54 ഗ്രാം വാട്ടർ ഉണ്ടെന്ന് അർത്ഥം. അതിൻ്റെ മീനിങ് കണ്ടോ? 46-54% എന്ന് പറഞ്ഞാൽ അതാണ്. 46-54 46 ഗ്രാം ബാക്കി രണ്ടോട് കൂട്ടും 100 വരത്തില്ലേ? 46% എന്ന് പറഞ്ഞാൽ അതാണ്. 46 ഗ്രാം ഈതയിൽ ആൽക്കഹോളിനകത്ത് 54 ഗ്രാം വാട്ടർ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇത് കണ്ടുപിടിക്കാം. മോൾ ഫ്രാക്ഷൻ വാട്ടർ ഇതും മോൾ ഫ്രാക്ഷൻ ഈതയിൽ ആൽക്കഹോൾ ഇതുമാണ്. ആ ഫോമിൽ എനിക്ക് അപ്പോൾ N1 കണ്ടുപിടിക്കണം, N2 കണ്ടുപിടിക്കണം. N1 കണ്ടുപിടിക്കാമോ? N1 = 54 മാസ് ബൈ മോളിക്കുലാർ മാസ്. മോളാർ മാസ് വാട്ടർ എത്ര? വാട്ടറിൻ്റെ മോളാർ മാസ് എല്ലാവർക്കും അറിയാവുന്ന 16-18 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു വാട്ട്? 3. നമ്പർ ഓഫ് മോൾസ് N1 3T എഴുതാം. 3/3+ ആണ്. എന്ത് രസമായിട്ട് നോക്ക്. ഇനി N2 കണ്ടുപിടിക്കണം. N2 നമ്പർ ഓഫ് മോൾസ് എടുക്കുക. N2 വെയിറ്റ് എടുക്കുക 46. മോളാർ മാസ് എടുക്കാം. 2 കാർബൺ 24, 1 കാർബൺ 12, 2 കാർബൺ 24, 1 ഹൈഡ്രജൻ. ഇവിടെ 6 ഹൈഡ്രജൻ ഉണ്ടല്ലേ? 5 4 6. 1 ഹൈഡ്രജൻ 1 അല്ലേ? 6 ഹൈഡ്രജൻ. 1 ഓക്സിജൻ 16 അല്ലേ? കൂട്ടി നോക്കി. 6 12 4 16, 2 3 46 ആണ്. 46. 46/46 ദാറ്റ്സ് ഈക്വൽ ടു വാട്ട്? 1. ദാ ആൻസർ റെഡി. ദാറ്റ്സ് ഈക്വൽ ടു വാട്ട്? 3/4. ഇത് എത്ര നിങ്ങൾക്ക് അറിയാം? 1/4 വരും. നമുക്ക് നോക്കാം ശരിയാണോന്ന്. N2 = വാട്ട്? 1. നമ്പർ ഓഫ് മോൾസ് 1 ബൈ 1+, അതായത് നമ്പർ ഓഫ് മോൾസ് എത്ര? 3. 3 + 1 ദാറ്റ്സ് ഈക്വൽ ടു വാട്ട്? 1/4. ആണ്. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? ഇതിലൂടെ കൂട്ടി എത്ര വരും? 1 വരും. ഇതാണ് മോൾ ഫ്രാക്ഷൻ. എനി ഡൗട്ട്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയണോ? ക്വസ്റ്റ്യൻ ഇതാണ്. An aqueous solution of ethyl alcohol contains 46% by weight of ethyl alcohol. 46% by weight of ethyl alcohol.
percent by weight of ethyl alcohol. Find the mole fractions of ethyl alcohol and water. ആദ്യ ഫോമുല എഴുതിക്കേ. ഇവിടെ സോൾവെൻറ്റ് ആദ്യം നിങ്ങൾ എഴുതേണ്ട ഇതാണ്. സോൾവെൻറ്റ് സൊല്യൂട്ട്. സോൾവെൻറ്റ് വാട്ടറാണ്, സൊല്യൂട്ട് ഈഥൈൽ ആൽക്കഹോളാണ്. ഇത് N1 എടുക്കുക, ഇത് N2 എടുക്കുക. അപ്പോൾ N1 കണ്ടുപിടിക്കണമെങ്കിൽ 46% എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം 46 gram 54 gram വാട്ടർ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് N1 കണ്ടുപിടിക്കാമോ? മാസ് ബൈ മോളാർ മാസ്. ഇവിടെ മാസ് ബൈ മോളാർ മാസ്. 3 എന്ന് 1 എന്ന് കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. രണ്ടും കൂട്ടുമ്പോൾ 1 വരും. ആർക്കും ഡൗട്ടുണ്ടോ? ഒന്നുകൂടി പറയാമോ എന്ന് ചോദിക്കുന്നു. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. നമുക്കിവിടെ സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? വാട്ടറാണ്. സൊല്യൂട്ട് ഏതാണ്? ഈഥൈൽ ആൽക്കഹോളാണ്. 46% എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഇത് 46 gram. അപ്പോൾ ഇതെത്ര ഗ്രാമാ? 54. അതെന്താ അങ്ങനെ എടുത്തത്? രണ്ടോ കൂട്ടുമ്പോൾ 100 വരണം. പെർസെൻറ്റേജ് ആണെന്നേക്കുന്നത്. അപ്പോൾ ഇതല്ലേ സോൾവെൻ്റ്, അത് N1 എടുക്കണം. ഇത് സൊല്യൂട്ടല്ലേ, N2 എടുക്കണം. എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് എടുക്കുന്നത്? എങ്ങനെയാ? മാസ് ബൈ മോളാർ മാസ്. വാട്ടറിൻ്റെ മോളാർ മാസ് എത്ര? 18. ദാറ്റ്സ് ഈക്വൽ ടു വാട്ട്? 3. ഇതിന് പറ മാസ് ബൈ മോളാർ മാസ്. 12 24 24 30 30 46. ദാറ്റ്സ് ഈക്വൽ ടു വാട്ട്? 1. N1 N2 വാല്യൂ കിട്ടിയില്ലേ? Therefore മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻ്റ് കണ്ടുപിടിക്കാമോ? N1 ബൈ N1 പ്ലസ് N2. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് N2 by N1 plus N2. That's equal to N1. What is the value N1? 3 by 3 plus 1. That's equal to what? 3 by 4. ഇത് എത്ര വരും? N2 ൻ്റെ വാല്യൂ എത്ര? 1. 3 plus 1. That's equal to what? 1 by 4. അതുകൊണ്ട് കൂട്ടും എത്ര വരണം? 1 വന്നു. ഡൗട്ട്? 54. അയ്യോ, ഇത് 46% എന്ന് പറഞ്ഞാൽ മോനെ മനസ്സിലാക്കുക. 46% എന്ന് പറഞ്ഞാൽ 46 gram in 54. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 100%. എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? മോന് 46% മാർക്ക് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? 100ൽ 46 എന്നാ. അപ്പോൾ ബാക്കി എവിടെ പോയി? 54 മാർക്ക് ഇവിടെ പോയി, 56 മാർക്ക് ഇവിടെ പോയി, നഷ്ടപ്പെട്ടു. അതായി കാണിച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ 46% എന്ന് പറഞ്ഞാൽ 46 gram ഈഥൈൽ ആൽക്കഹോൾ, റിമൈനിങ് വാട്ടർ. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 100 വരണം. കണ്ടോ? ഇവിടെ കൂട്ടി എനിക്ക് 6 4 10, 5 4 9 10. ഇത് 10 ആണെങ്കിൽ എത്ര വരും? 90 വരും. ഇത് 20 ആണെങ്കിൽ എത്ര വരും? 80 വരും. അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. എനി ഡൗട്ട്? ഇല്ല, ഒരു പ്രശ്നമില്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4ാമത്തെ പോയിൻറ്റും അവിടെ അവസാനിക്കുകയാണ്. ഇങ്ങനെ നിർത്തണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ 4 പോയിൻ്റ് ഏതെങ്കിലും. കുറേ ഉണ്ട്. നമുക്കിത് പ്രോബ്ലമാണ്, കംപ്ലീറ്റ് പ്രോബ്ലമാണ്. ചെയ്തേ പറ്റത്തുള്ളൂ. ഇത് ഈ വർഷം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം നിങ്ങൾക്ക് സുഖമായിട്ടിരിക്കുക. അതാണ് കാര്യം. ചില ചാപ്റ്ററിൻ്റെ കേസിൽ ചുമ്മാ എടുത്ത് കൊടുത്താൽ മതി. നിങ്ങൾ മൊളാരിറ്റി എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ കേൾക്കും. അതില്ലാത്ത സാധനം ഇല്ല. ഈ സാധനങ്ങളില്ലാതില്ല. ഇതെല്ലാം അടുത്ത കൊല്ലം പഠിക്കും. ഇതെല്ലാം ഡൗട്ട് ആർക്കെങ്കിലും? എനിബഡി?